ഒരു മതം അന്യനു നിന്ദ്യമൊന്നിലോതും കരുവരൻ്റെ കണക്കിനൂനമാകും. ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്ന് അറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യത്തെ തന്നെ തെറ്റായി ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഇത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നിങ്ങളുടെ ഗുരു തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ നന്നാവാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ നന്നാക്കി തരാം എന്ന്. ഇപ്പം നിങ്ങൾ ശരിയല്ല എന്നാണ്. ഇതിനെ ആഗമാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് അനുഗ്രഹം സിദ്ധിച്ച ആഗമാനന്ദ സ്വാമികൾ പറയുമായിരുന്നു, ഇതൊരു ഗൃഹനായകൻ, ഗൃഹസ്ഥൻ തൻ്റെ മകളുടെ വിവാഹത്തിന് പറഞ്ഞതാണ്. എന്ത്? കറി ഏതായാലും സദ്യ നന്നായാൽ മതി. സ്വാമിജി അങ്ങനെയാ പറയാ, നാരായണ ഗുരുദേവൻ്റെ ഈ വാക്കെടുത്തിട്ട്. അദ്ദേഹം പറഞ്ഞു, ഗംഭീര കല്യാണമാണ്. അപ്പം ദേഹണ്ണക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, കറി ഏതായാലും സദ്യ നന്നായാൽ മതി. ഇത് കേൾക്കുന്ന ദേഹണ്ണക്കാരൻ എന്താ ചിന്തിക്കുന്നത്? കറി വേണ്ട എന്ന അല്ല, ഏറ്റവും ബെസ്റ്റ് കറി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം സദ്യ നന്നാവണമെങ്കിൽ കറി ഗംഭീരാവണം. അതിൽ സാമ്പാറിനെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു സദ്യ ഒന്നും നന്നാവാൻ പോകുന്നില്ല, അല്ലേ? അപ്പം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പം മനുഷ്യന് നന്നാവാൻ പാകത്തിനുള്ള ഒരു മതം ആവശ്യമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പം മനുഷ്യന് നന്നാവാൻ പാകത്തിനുള്ള ഒരു മതം ആവശ്യമാണ്. അതിനെയാണ് ഗുരു പറഞ്ഞത്. അല്ലാതെ നീ ഉള്ള മതമൊക്കെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ നന്നായി, ഈ ചെറുപ്പക്കാരൊക്കെ പറയാറുള്ളതാ ഇത്. മതം ഏതായാലും എന്താ, മനുഷ്യൻ നന്നായാൽ പോരെ എന്ന്. ഇതൊക്കെ ഒളിച്ചോട്ടമാണ്. ഇതെപ്പോഴാണ് കുട്ടികൾ പറയാറെന്നറിയോ? നാരായണ ഗുരുദേവനെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക വല്ല പ്രേമത്തിലൊക്കെ പെടുമ്പോഴാണ്. അത് ജാതി മാറി മതം മാറിയിട്ടൊക്കെ ആവുമ്പം ചെറുപ്പക്കാർ പറയും അച്ഛനോട്, അച്ഛൻ നാരായണ ഗുരുദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെന്താ? പിന്നെ അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു. അത് തന്നെയാ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും അറിയില്ല. എന്താ ഇപ്പം നിനക്ക് ഇത്ര, ഇപ്പോൾ നാരായണ ഗുരുദേവനെ കുറിച്ച് നീ എവിടെയാ, എന്താ പ്രഭാഷണം എന്തെങ്കിലും കേട്ടോ? അല്ല, ഞാൻ ഈ അടുത്തിങ്ങനെ കുറച്ച് വായിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെയൊക്കെ ദർശനം ഉണ്ടല്ലോ അച്ഛ, പാപ്പാരാണ് കേട്ടോ. അച്ഛന് ഭയങ്കര സന്തോഷമായി, ഇവൻ നന്നായല്ലോ. ഇവനെക്കുറിച്ച് പലരും പല പരാതികളാണ് പറയണത്. എന്താ ഇപ്പം നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, ഞാൻ അച്ഛനുമായിട്ടൊരു അഭിപ്രായം ചോദിക്കുകയായിരുന്നു, ഈ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് എന്ന്. അല്ല, എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളൊക്കെ വളരെ വലിയൊരു മനീഷിയായിരുന്നു അദ്ദേഹം. അപ്പം അച്ഛൻ യോജിക്കുന്നു അദ്ദേഹത്തോട്. പിന്നെ തീർച്ചയായും അല്ല, എന്താ, അല്ല, ഞാനിങ്ങനെ വേറൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട്, അച്ഛൻ തന്നെ ഒന്ന് വന്ന് സമ്മതം ആക്കണം. അപ്പം തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് താൻ ചെയ്ത കർമ്മത്തിന് അല്ലെങ്കിൽ തനിക്കൊരു ന്യായീകരണം ആവശ്യമുണ്ട്. അതിനൊരു ഗുരു വേണം. അപ്പോൾ എടുത്ത് ഉദ്ധരിക്കുക. അങ്ങനെയല്ല, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്നാവാൻ പാകത്തിന് അവനൊരു മതം വേണം, അവനൊരു ദർശനം വേണം. ആ ദർശനം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ദർശനമായിരിക്കണം. അതിനെയാണ് ഗുരു അവതരിപ്പിക്കുന്നത്. പറയുന്നു, എന്താണ്? ഒരു മതം അന്യന് ഒരു അഭിപ്രായം, ഒരു മാർഗം. അന്യന് അത് അംഗീകരിക്കാത്ത ആളിന്, മറ്റുള്ളവന് നിന്ദ്യം. എന്താണ്? അവനത് ശരിയല്ലാന്ന് തോന്നും. ഇത് അതുകൊണ്ടാണല്ലോ ഈ ചിലരൊക്കെ ഈ അമ്പലത്തിലെ പായസം ചിലർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, മേടിക്കരുത്, ഈ ഹിന്ദുക്കളായ ജന്തുക്കൾ കൊണ്ടുവരുന്ന ഒരു സാധനം മേടിച്ച് കഴിക്കരുത്, കാരണം നിങ്ങളതായിപ്പോവും എന്ന്. അതുകൊണ്ട് നിങ്ങളും ഇതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്നറിയാം, ഇതൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചോറ്റാനിക്കരയിലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിന് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു, കാരണം അവിടുന്ന് വേറൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, ഇവരിങ്ങനെയുള്ള അടുത്തു നിന്നൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുതരും, നിങ്ങളത് കഴിക്കരുത്, അതിൽ ചെകുത്താൻ ജപിച്ച് ഊതിയിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അവരുമായിട്ടുള്ള നിങ്ങളുടെ ഒരു നല്ല ബന്ധമുണ്ട്. ആ ബന്ധം മതത്തിൻ്റെ മുകളിലല്ല നിങ്ങൾ സ്ഥാപിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ നല്ല സുഹൃത്തായിരിക്കാം. അവിടേക്ക് കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ മതം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും വഷളായിക്കൊണ്ടിരിക്കുക, ദിനം പ്രതി എന്ന വണ്ണം. ഇന്ന് നമ്മുടെ അടുത്ത് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞയക്കുന്ന കുട്ടികൾ, അത് പ്രത്യേകിച്ച് MBBS-നും എൻജിനീയറിങ്ങിനും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ഇന്ന് നിങ്ങൾക്കറിയോ, നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ മതം മാറ്റിയാൽ, ഒരു MBBS സ്റ്റുഡൻറ്റിനെ മതം മാറ്റിയാൽ, മതം മാറ്റാൻ പ്രേരിപ്പിച്ചവന് കിട്ടുന്നത് 10 ലക്ഷമാണ്. 10 ലക്ഷം റുപ്യ. ഇത്രയും നീചമായ വൃത്തികെട്ട രീതിയിൽ. കാരണം ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ആരെയും മതം മാറ്റാൻ പോകുന്നില്ല, മതം മാറ്റാൻ സാധ്യമല്ല. അങ്ങനെ ഒരു മതം മാറ്റൽ നടക്കുന്നില്ല. നമുക്കൊക്കെ ചില കാര്യത്തിൽ വളരെ വിഷമം തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കലാമണ്ഡലം ഹൈദരാലിയൊക്കെ, അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു CD കാണുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി. എന്തൊരു വേദനയോട് കൂടിയിട്ടാണെന്നറിയാം അദ്ദേഹം ഈ ലോകം വിട്ടു പോയിട്ടുള്ളത്. ഒരിക്കലെങ്കിലും ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് തനിക്കൊന്ന് ആ കഥകളി പദം വായിക്കാൻ പറ്റാത്തതിലെ ഒരു ഭയങ്കര ഒരു വിഷമം. മതിൽ പൊളിച്ച് മതിലിൻ്റെ ഇപ്പുറത്ത് നിർത്തിയിട്ട് ആ സ്റ്റേജിൻ്റെ ഇടയിൽ, രണ്ടിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കൈ നീട്ടിയാൽ മതിലിൻ്റെ അകത്താണ്, എൻ്റെ കൈ നീട്ടിയാൽ മതിലിനകത്തേക്ക് വരാതിരിക്കാൻ പാകത്തിന് സ്റ്റേജ് കിട്ടിയതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുക. കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കരഞ്ഞു പോകും. അത് അത്രയും ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടവനെ മാറ്റി നിർത്തുന്ന നീചമായ ഒരു രീതി. ഈ പത്രത്തിൽ ഒരു മുസ്ലിം യുവാവ് അമ്പലത്തിൻ്റെ മുന്നിൽ ഇടയ്ക്ക് വായിക്കുന്നതുണ്ട്. അത് നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായതുകൊണ്ട് അത് നടന്നു, വേറെ എവിടെയെങ്കിലും നടക്കുമോ? അപ്പം നമ്മുടെ ഇതിൽ ഈ അനാചാരമുണ്ട്. അതിനും പിന്നെ ഇപ്പം സ്വാമി പറഞ്ഞു വരുന്നത് ഗുരുവായൂരും എല്ലാവരെയും കയറ്റണമെന്നാണോ? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, വേറൊരു വിഷയമാണത്. രാജാക്കന്മാർ ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ മറ്റു മതസ്ഥരെ കയറ്റാതിരുന്നത് എന്തുകൊണ്ടെന്നാൽ മറ്റു മതസ്ഥർ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. മതത്തിൻ്റെ ആളുകളല്ല അത് ചെയ്തത്, പക്ഷെ മതം എന്ന മേലങ്കി അവർ ഉപയോഗിച്ചിട്ടുണ്ട് സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ധനവും മറ്റ് രത്നങ്ങളും വൈരങ്ങളും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അന്നാണ് ഒരു ഉടമ്പടി ഇറക്കിയിട്ടുള്ളത്. ഇതിന് മറ്റ് മതസ്ഥരെ ഇതിൽ നിന്ന് വിലക്കിയത്. പക്ഷേ ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ മതത്തെയോ ജാതി ഒന്നും ചോദിക്കാറില്ല ആരോടും. ആർക്ക് വേണമെങ്കിലും കയറാം. നമ്മുടെ ചാർധാം യാത്രയിൽ അല്ലെങ്കിൽ കൈലാസ യാത്ര നമ്മുടെ കൂടെ മറ്റു മതസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ഇതിനെ സംരക്ഷിക്കുന്നതിന് രാജാക്കന്മാർക്ക് ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വീണ്ടും വിചാരം ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അതുമായിട്ട് ഉപാസിക്കുന്നവർക്ക് തീർച്ചയായും അവരെ അതിന് നമ്മൾ പ്രേരിപ്പിക്കുകയും അവർക്ക് ആ ഒരു അനുവാദം കൊടുക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും വേണം. ഇതാണ് നമ്മുടെ അഭിപ്രായം. കലാമണ്ഡലം ഹൈദരാലിയെ പോലുള്ളവർ അങ്ങനെ ഒരു ദുഃഖത്തോടു കൂടി, വിഷമത്തോടു കൂടി ഈ ലോകം വിട്ടു പോകാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹം അത് ഉപാസിക്കുന്ന ഒരാളായതുകൊണ്ട്. അല്ലാത്തൊരാളെ കാര്യത്തിൽ നമ്മളത് പറയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന നമ്മൾ പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ വക്താവായിട്ടല്ല, ലോകത്തിന് അത്യുദാത്തമായ ഒരു ദർശനം നൽകിയിട്ടുള്ള പാരമ്പര്യം, ഗുരുദേവൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു ദർശനം. ഇതുവരെ ഇത്ര ശ്ലോകങ്ങൾ, നിങ്ങളിപ്പോൾ 44 ശ്ലോകങ്ങൾ നമ്മളിവിടെ വിചാരം ചെയ്തിട്ടുണ്ട്. ഈ 44-ൽ ഏതെങ്കിലും ഒരു കൾട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ആ ഒരു ഋഷിയുടെ ഔന്നിത്യത്തിൽ ലോകത്തിലെ മുഴുവൻ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, സമാശ്ലേഷിക്കുന്ന ഏതൊരാൾക്കും, അയാൾ ഇന്നവനെന്നില്ലേ, അത്തരത്തിലൊരു ദർശനം നമ്മുടെ കുട്ടികൾക്ക് കിട്ടാതെയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് അവരാകെ പരിങ്ങിപ്പോവുകയാണ് മതത്തെക്കുറിച്ച്, അവരുടെ ഫ്രണ്ട്സ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ ട്രെയിൻ ചെയ്യിക്കുകയാണ്, നിങ്ങൾ ഇതിൻ്റെ ആളുകളായിട്ട് വേണം അവിടെ പ്രവർത്തിക്കാൻ എന്ന്. അപ്പം ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യവശമാണ് ഇത്. അപ്പം ഇതാണ് പാത്തും പതുങ്ങിയും നടക്കുന്നത്.
ഗാന്ധിജിയുടെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അങ്ങേയറ്റം ആ ഗാന്ധിജിയുടെ അഭിപ്രായമാണോ നമ്മുടെ അഭിപ്രായം? ഗാന്ധിജി മതം മാറ്റത്തിനെതിരാണ്. ഗാന്ധിജി അത് വളരെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞതുപോലും ഇന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. ഗാന്ധിജിയുടെ വാക്കുകൾ അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. കാരണം അത്രയും ശക്തമായ രീതിയിൽ ഗാന്ധിജി തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ മതത്തിൻ്റെ മിന്നലാട്ടങ്ങൾ എന്ന അധ്യായത്തിൽ ഗാന്ധിജി അവതരിപ്പിക്കുന്നുണ്ട് മതം മാറ്റത്തെക്കുറിച്ച്. കാരണം ഇതൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു കാര്യമല്ല. സത്യത്തെ വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ, ഈശ്വരനെ വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ സനാതന ധർമ്മത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു എന്ന് ആർക്കെങ്കിലും ബോധിപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ ഈ പണി നിർത്താൻ റെഡിയാണ്. അതിൽ സംശയം വേണ്ട. അങ്ങനെ ഒരുത്തൻ മാറട്ടെ ഇവിടെ. നിങ്ങളുടെ ഈ സനാതന ധർമ്മത്തിൽ നിങ്ങൾ പറയുന്ന ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനാവട്ടെ, ഉപനിഷത്താവട്ടെ, ഭഗവത്ഗീതയാവട്ടെ, ഇതിലൊന്നും സത്യം വ്യക്തമായി അവതരിപ്പിക്കുന്നില്ലല്ലോ സർ, അതുകൊണ്ടാണ് ഞാൻ ആ മതത്തിലേക്ക് പോയതെന്നൊരാൾ പറയൂ. അങ്ങനെ പോയവരോട് നമുക്കൊരു ചോദ്യമുണ്ട് ചോദിക്കാൻ. ഈ സനാതന ധർമ്മത്തിനൊരു പാരമ്പര്യമുണ്ട്, ഗുരുക്കന്മാരുടെ ഒരു പാരമ്പര്യം. ഈ സത്യം സൂര്യതുല്യം അറിഞ്ഞനുഭവിച്ച് ഇവിടെ സ്കൂളിൽ പോവാത്ത പയ്യന്മാരൊക്കെ ഇത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ ചോദിച്ചില്ലേ, കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമതേത്വം കുത ആഗതോസി എന്ന് ചോദിച്ച ശങ്കരാചാര്യരോട് ഹസ്താമലകം പറഞ്ഞത് എന്താണെന്നറിയോ? നാഹം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥ ഭിക്ഷുർന ചാഹം നിജ ബോധരൂപ. ഈ ഒരൊറ്റ ചോദ്യം പോരെ? എല്ലാറ്റിനെയും അതിവർത്തിച്ചുള്ള ബോധസ്വരൂപനാണ് ഞാൻ എന്ന് പറയുമ്പം ഏകദൈവ വിശ്വാസമൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ കുട്ടികൾ വിചാരിക്കണേ നമുക്ക് ബഹുദൈവമാണ്, ഒരുപാട് ദൈവമുണ്ട്, ഗണപതി, സരസ്വതി, അത് ഇത്. എടോ, നീ രാവിലെ കഴിക്കുന്നത് പലതാണല്ലോ. ദിവസം രാവിലെ അമ്മ ഉപ്പുമാവ് തന്നെ തന്നു കഴിഞ്ഞാൽ എന്താണ് നിന്റെ സ്ഥിതി? വൈവിധ്യങ്ങളുടെ രൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുക. കള്ളു കുടിക്കുന്ന ദൈവം പോലും ഉണ്ട്. കണ്ണൂർ പോയാൽ അടിച്ചു കയറ്റണ ദൈവേ മുത്തപ്പൻ. വഴിപാട് തന്നെ വെള്ളാട്ടാണ്, വെള്ളം അടിച്ച് ആടുകയാണ്. എല്ലാറ്റിനെയും സ്വീകരിക്കണം. ഒരു വലിയൊരു ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാത്തതാണ് നമ്മൾ ചെയ്യുന്ന. വിവേകാനന്ദ സ്വാമികൾ പറയും, ശുദ്ധജലം ഗംഗാജലം ഒഴികെ ഓടയിലെ വെള്ളം എടുത്ത് കൊടുക്കുക, കുടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ആകെ നമ്മൾ കുട്ടികളോട് പറയുന്നത് അമ്പലത്തിൽ പോയിക്കോളാനാണ്. ഈ അമ്പലത്തിൽ പോകാൻ പറഞ്ഞ് അവിടുത്തെ ഈ കാണുന്ന കളികളൊക്കെ കണ്ടിട്ടാണ് ഇവർക്കുള്ള വിശ്വാസം ഇല്ലാതെയായത്. അവിടുത്തെ ഈ വെടി പൊട്ടിക്കലും അവിടെ കാണുന്ന വഴിപാടും അതിനുവേണ്ടി ആർത്തി പിടിക്കുന്ന ആളുകളും ഇതൊക്കെയാണ് ഇവരെ ഇതിൽ നിന്ന് അകറ്റാൻ കാരണം. ഇത് ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഇത് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ലഹരിയുണ്ട്. ഏത്? ഈ ശാസ്ത്ര വിചാരത്തിൻ്റെ ലഹരി. ഇത് ചെറുപ്പക്കാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അവർക്ക് ഇതിങ്ങനെ ഷാർപ്പൻ ചെയ്യാൻ അവർക്ക് ഭയങ്കര, കാരണം അവർ വളരുകയാണ്. ആ വളരുന്ന സമയത്ത് അവരുടെ ബുദ്ധിക്ക് ഇര വേണം, ആ അഗ്നിയിൽ ദഹിപ്പിക്കാൻ സാധനം വേണം. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇങ്ങനത്തെ ഓരോന്നാണ്. അതിന് നല്ല പ്ലാവിൻ്റെ വിറക് ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കും, ഇങ്ങനെ കത്തും അത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കുക, പുകയണത്. ഉപനിഷത്തൊക്കെ എടുത്ത് വെച്ചു കൊടുക്കൂ, മേടിച്ച് അവൻ്റെ മുറിയിൽ വെക്കൂ. ഇനിയിപ്പോൾ പോയിട്ട് വായിക്കിത് ആത്മോപദേശ ശതകം. അവനിത് വായിക്കുമ്പം തന്നെ ഒരുവന് പ്രിയം, അപരപ്രിയം, അപ്രിയം, ഇപ്രിയ, പ്രാ പ്രൂ പ്രി പ്രി എന്ന് പറഞ്ഞിട്ട് ഇത് മനുഷ്യന് നല്ല ബെസ്റ്റ് സ്പീച്ച് തെറാപ്പിയാണിത്. ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമ്മുടെ നാഡി ഞരമ്പിൻ്റെ വ്യവസ്ഥയുടെ ഉള്ളിലേക്കാണ് കയറുന്നത്. അതിൻ്റെ അങ്ങനെയുണ്ട് ഇതിൽ. യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും നമുക്ക് പറയാനുള്ളത് ഇതുപോലൊരു സ്പീച്ച് തെറാപ്പി വേറെ ഇല്ല എന്നാ. കാരണം നമ്മളത് കാണും. ഇത് ഈ പണ്ട് ഒരു വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒരു തമാശയുണ്ട്. ഈ ക്ലാരയുടെ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞ ഒരാളൊരു നോവൽ എഴുതി. അപ്പോൾ അത് നോവൽ തുടങ്ങുന്നത് തന്നെ ക്ലാരേ 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 എന്ന് 4 വിളിയാണ്. ക്ലാര തൻ്റെ ക്ലാവ് പിടിച്ച ക്ലോക്കിലേക്ക് നോക്കി. ഇത് പണ്ട് ഈ പ്രസ്സിൽ ഇത് കൊണ്ടു കൊടുത്തപ്പം
ക്ലാ മുഴുവൻ തീർന്നുപോയി ഒറ്റയടിക്ക്. ക്ലാ 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 ക്ലാ. അങ്ങനെ പ്രസ്സാരനും നോവലിസ്റ്റും തമ്മിൽ അടിയുണ്ടായ ഒരു കഥ പറയും. ഇതുപോലെ ഈ നമ്മൾ ആലോചിക്കായിരുന്നു ഈ ആത്മോപദേശമൊക്കെ ആദ്യം അടിച്ച പ്രസല സ്ഥിതി. ഓരോ ശ്ലോകം കഴിയുമ്പോഴും പായും ലായും രായും എല്ലാം കഴിയും. ആ വിധത്തിലാണ് ഇതിനെങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് പുസ്തകം നോക്കിയിട്ടല്ല ഗുരു ചെയ്തത്. ഓതിക്കൊടുക്കായിരുന്നു, ചൊല്ലിക്കൊടുക്കുക. പിന്നെയാണ് പുസ്തകമൊക്കെ ആയത്. പറഞ്ഞിങ്ങനെ കൊടുക്കായിരുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, കേട്ട് ഇതിങ്ങനെ ഏറ്റു ചൊല്ലിയവരും മനസ്സിലാക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ ഒരു അവസ്ഥ. ഇപ്പം ഇത്രയും ആധുനിക സംവിധാനം, കയ്യിൽ പുസ്തകം ഇരിക്കുമ്പോൾ തന്നെ ഇത് സ്ലിപ്പാക്കുക, ക്ലച്ച് പിടിക്കുന്നില്ല. ഇപ്പം ഇവിടെ മതം എന്താണത് ആലോചിക്കണം. പിന്നെ ഈ 10 കിട്ടുമ്പം ഇവനും കൊടുക്കുക 1 2 ഒക്കെ. മതം മാറുന്നവനും കിട്ടണു 1 ലക്ഷം 2 ലക്ഷം. ലാഭമല്ലേ? മോട്ടോർ സൈക്കിൾ കൊടുക്കണു. എന്തൊക്കെയാണോ ഇവർക്ക് വേണ്ടത് അത് കൊടുക്കണം. ഇത് ചുരുക്കി ഇങ്ങനെ ഇങ്ങോട്ട് പറയാൻ പോയാൽ പിന്നെ നമ്മൾ ആത്മോപദേശ ശതകം വിട്ടുപോകും. അതുകൊണ്ട് ഏതായാലും ഗുരു വളരെ ശക്തമായി നല്ല മയിൽപ്പീലി കൊണ്ട് കുത്തുക എന്ന് പറയുമല്ലോ. മയിൽപ്പീലിയുടെ ആ ഇതുണ്ട്, അതിനിങ്ങനെ നല്ലൊരു സുഖം കിട്ടും. പക്ഷെ അതിൻ്റെ വാല് കൊണ്ടൊരു കുത്തുന്ന പോലെ മനോഹരമായിട്ട് ഇടയ്ക്കൊന്നിങ്ങനെ തരുന്നുണ്ട് എന്ന് പറയാൻ. ഈ ശ്ലോകങ്ങളൊക്കെ മയിൽപ്പീലി കുത്താണ്. ആർക്ക്? ഈ മതം മാറ്റാൻ, തുക്കടാ കാര്യങ്ങൾക്ക് മതം മാറ്റാൻ നടക്കുന്ന മതപൗരോഹിത്യത്തിന് നേരെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ മുന്നറിയിപ്പ്. ഇതൊക്കെ കേൾക്കൂ. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇതിന് സാധിക്കും. വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നതോ മറ്റ് സംഗതികൾക്കൊക്കെ അത് ലോകത്തിൽ ഇത് സാധാരണമാണ്. ഇവിടെ മതം പ്രസംഗിച്ച് നടക്കുന്നവര് ആക്സിഡന്റിൽ മരിക്കണു, രോഗികളായി മരിക്കണു. ഇല്ലേ? മരിക്കുന്നില്ലേ? ഉണ്ടല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മതം മാറാനും അതിനും ഇതിനൊക്കെ പോകണം. ഇത് കേൾക്കൂ, ശ്രദ്ധിക്കൂ. ഇതൊക്കെ കേൾക്കൂ. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇതിന് സാധിക്കും. വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നതോ മറ്റ് സംഗതികൾക്കൊക്കെ അത് ലോകത്തിൽ ഇത് സാധാരണമാണ്. ഇവിടെ മതം പ്രസംഗിച്ച് നടക്കുന്നവര് ആക്സിഡന്റിൽ മരിക്കണു, രോഗികളായി മരിക്കണു. ഇല്ലേ? മരിക്കുന്നില്ലേ? ഉണ്ടല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മതം മാറാനും അതിനും ഇതിനൊക്കെ പോകണം. ഇത് കേൾക്കൂ, ശ്രദ്ധിക്കൂ.